ഒരു വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രകടന പത്രികയിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു. ബാക്കിയുള്ളവയെല്ലാം നടപ്പാക്കാനുള്ള അടിത്തറയിട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മാനിഫെസ്റ്റോ പറഞ്ഞ പോലെ ആദ്യ വർഷം തന്നെ 600 രൂപ പെൻഷൻ 1000 ആക്കി, ഇപ്പോൾ 1200 ആക്കി. മുഴുവൻ കുടിശ്ശികയും തീർത്തു. 5500 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇതിനായി ചെലവഴിച്ചത്. രണ്ട്, ഒരു വർഷം തികഞ്ഞില്ലല്ലോ, 50,000 കോടി രൂപയുടെ റോഡ്, പാലം, കെട്ടിടം, വ്യവസായ പാർക്കുകൾ, വൈദ്യുതി ട്രാൻസ്മിഷൻ ലൈൻ തുടങ്ങിയ വൻ പശ്ചാത്തല സൗകര്യ നിക്ഷേപങ്ങൾക്കാണ് അനുവാദം നൽകിയിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനം എടുത്താലും ഒരു സർവകാല റെക്കോർഡായിരിക്കും. ഇനിയുള്ള വർഷങ്ങളിൽ ഇവ പടിപടിയായിട്ട് ഈ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ നടപ്പായി തുടങ്ങും. ഇതിനാവശ്യമായ പണം സമാഹരിക്കാനുള്ള കിഫ്ബിക്ക് സമ്പൂർണ്ണ രൂപം നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. പരമ്പരാഗത മേഖലകളിൽ എന്താണോ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് അവയൊക്കെ നടപ്പാക്കാനുള്ള നടപടി. കൈത്തറി മേഖലയിൽ യൂണിഫോമിന് വേണ്ടിയുള്ള തുണി ഉൽപ്പാദനം, കശുവണ്ടി ഫാക്ടറികൾ തുറക്കൽ, കശുവണ്ടി സംഭരണം, കയർ മേഖലയിൽ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ കയറും കയറുൽപ്പന്നങ്ങളും വാങ്ങുന്നതിനുള്ള പദ്ധതി. ഇത്തരത്തിൽ പരമ്പരാഗത മേഖലകളിൽ വലിയൊരു ആശ്വാസം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികൾ അടുത്ത വർഷത്തോടെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. വ്യവസായങ്ങൾ ഒറ്റ വർഷം കൊണ്ട് 15 എണ്ണം കൂടുതൽ ലാഭത്തിലായി. ചെറിയ നേട്ടമല്ലത്. ഇത്തവണ 270 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. നോക്കിക്കോളൂ, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ ഈ വർഷം ലാഭത്തിലേക്ക് കുതിക്കാൻ പോവുകയാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരണം, സമ്പൂർണ്ണ വൈദ്യുതീകരണം, ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ പദവി, 4 മിഷനുകൾ, അതിൽ എല്ലാവർക്കും പാർപ്പിടം, സമ്പൂർണ്ണ ശുചിത്വം, പച്ചക്കറി സ്വാശ്രയത്വം, ജലസംരക്ഷണം. ഇതിനുള്ള ക്യാമ്പയിനുകൾ വലിയ തോതിൽ ആരംഭിക്കുകയും അതിനൊക്കെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ, ഇത് ആദ്യ വർഷം തന്നെ 40,000 ക്ലാസ് മുറി ഹൈടെക് ആക്കുകയാണ്. ഏതാണ്ട് 4,000 കോടി രൂപയോളം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണത്തിന് വേണ്ടി ചെലവഴിക്കാൻ. ഇത് തന്നെയാണ് ആരോഗ്യ മേഖലയിൽ 5000-ൽ പരം പോസ്റ്റുകളാണ് ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഇന്നലെ 721 നേഴ്സുമാരുടെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ടെറിഷറി സെക്ടറിൽ പൂർണ്ണമായിട്ട് എന്തൊക്കെ സൗകര്യങ്ങൾ വേണോ ആ സൗകര്യങ്ങൾക്ക് സൃഷ്ടിക്കുകയാണ്. ഓരോ ആശുപത്രിക്കും 50, 70, 80, ചിലയിടങ്ങളിലൊക്കെ മെഡിക്കൽ കോളേജുകളിൽ 150 കോടി രൂപയുടെ ഒക്കെ നിർമ്മാണ പ്രവൃത്തികൾക്ക് അനുവാദം നൽകുകയാണ്. ഏത് കാലത്ത് കേരളത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്? പിന്നെ ചില സവിശേഷതകൾ എടുത്തു പറയാനുണ്ട്. ഒന്ന്, ഭിന്നശേഷിക്കാർക്കുള്ള പരിഗണനയാണ്. 258 കോടി രൂപയാണ് ഈ വർഷം ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേക പരിഗണന. അവർക്ക് ആദ്യമായിട്ട് ബഡ്ജറ്റിൽ പണം വകയിരുത്തുന്നു എന്ന് മാത്രമല്ല, അവരുടേതായിട്ടുള്ള വർക്ക്ഷോപ്പുകളും മറ്റും വെച്ച് എന്ത് ചെയ്യണമെന്ന് അവരുമായിട്ട് സംവദിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്കുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഈ പശ്ചാത്തലത്തിൽ ജെൻഡർ ബഡ്ജറ്റിംഗ് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ വർഷം ഞങ്ങൾ കണക്കൂട്ടിയപ്പോൾ ഏതാണ്ട് ജെൻഡർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതികൾ എടുത്തു കഴിയുമ്പോൾ അത് മൊത്തം ബഡ്ജറ്റിൻ്റെ 15% വരുന്നുണ്ട്. ഇതൊരു നല്ല തുടക്കമാണ്. ഒരുപാട് വനിതാ ക്ഷേമം മാത്രമല്ല, വനിതകളുടെ പദവി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമുകൾക്ക് ഈ ബഡ്ജറ്റിൽ രൂപം നൽകിയിട്ടുണ്ട്.
ദുർബല വിഭാഗങ്ങൾക്ക് 12% പണമാണ് SC/STക്ക് വേണ്ടി വകയിരുത്തിയിട്ടുള്ളത്. ഇത് സർവകാല റെക്കോർഡാണ്. ജനസംഖ്യാനുപാതത്തേക്കാൾ വളരെ കൂടുതൽ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇന്ന് ജനസംഖ്യാനുപാതികമായിട്ട് പണം നൽകുന്നില്ല. കേന്ദ്ര സർക്കാർ പോലും ജനസംഖ്യയുടെ പാതി മാത്രം വകയിരുത്തുന്നത്. അപ്പോഴാണ് ദുർബല വിഭാഗങ്ങൾ കേരളത്തിൽ ജനസംഖ്യാനുപാതത്തിനപ്പുറം പണം ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഇതാണ് ഒരു വർഷത്തിൻ്റെ നേട്ടം.